ഹായ് മാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഴക്കാലത്ത് ഫുൾ എനർജി ബൂസ്റ്റപ്പ് ആയിട്ടുള്ള നമ്മുടെ വക ഒരു ഉമ്മ എല്ലാവർക്കും അല്ലേ. അതെ. അപ്പൊ ഇന്നത്തെ പാചകത്തിനെ പറ്റി ഒന്ന് പറയൂ ആദ്യം തന്നെ. ഇന്ന് അമരക്ക, അമരയ്ക്ക് വൻപയറും കൂടി ഒരു മെഴുക്ക് പുരട്ടിയോ തോരനോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും പറയാൻ എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. അപ്പൊ ഇത് പയറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. കുറച്ച് സമയം പിടിക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പിന്നെ കുറച്ച് നാളികേരം, അതും മഞ്ഞപ്പൊടിയിട്ട് തിരുമ്പി വെച്ചിരിക്കുകയാണ്. പിന്നെ ചതച്ച മുളക്, കടുക്, പിന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളകും കറിവേപ്പില, ഇത്ര വേണ്ട. ഉപ്പ്, ഇത്ര മാത്രം മതി അല്ലേ. ഇതിന് ഈ അമരയ്ക്കാന്ന് പേര് വെക്കേണ്ട അമൃതം കിട്ടിയ സംഭവമാണോ അത്? അമരയ്ക്കൊക്കെ വല്ല അമൃതം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ അമരത്ത് എന്ന് പറഞ്ഞാൽ അമൃതം കുടിച്ചാൽ മരിക്കില്ല എന്ന് പറയുമ്പോൾ അമരയ്ക്കൊക്കെ വല്ല കാലങ്ങൾ കഴിഞ്ഞാൽ അമരയ്ക്ക മാത്രം അവിടെ ഉണ്ടാവും, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇടിമിന്നലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അമ്മ? അല്ല എന്തായാലും നല്ലൊരു പേര് കിട്ടിയില്ല അതിന് മാത്രം. അമരയ്ക്ക, അമരത്വം വഹിച്ച അമരയ്ക്ക. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പണ്ട് കാലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന അമരക്കയാണ് തോന്നുന്നുണ്ട്. അതിനായിരിക്കും അന്ന് ആൾക്കാർ അമരയ്ക്കാന്ന് പേര് വെച്ചത്. ആയിരിക്കും അമ്മ, പറയാൻ പറ്റില്ല. എന്ന് വെച്ചാ അന്തകാലം, അന്ത കടവലിരുന്ന കാലം, അന്തകാലത്തിലെ മുളച്ചതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അന്നത്തെ ആൾക്കാരെ വെച്ചായിരിക്കും അമരയ്ക്ക. നമ്മളൊക്കെ പോയി അടുത്ത തലമുറ വന്ന് പിന്നൊരു തലമുറ വന്നാലും നീ ഇവിടെ തന്നെ ഉണ്ടാവെന്ന് പറഞ്ഞ് വെച്ച പേരാണോ അമരയ്ക്ക? കണ്ടുപിടിക്കേണ്ടി വരുമോ, ചിന്തിക്കേണ്ടി വരുമോ? ബുദ്ധിക്ക് ഇത്തിരി പണി കൊടുക്കാമാ. എന്ത് അല്ലെങ്കിൽ നോക്ക്, കയ്പയ്ക്ക, കോവയ്ക്ക, നോക്ക് അമരയ്ക്ക. എന്താ അത്? അമരം, അമരത്വം എന്ന് പറഞ്ഞൊരു ബിരുദ് കിട്ടിയൊരു പച്ചക്കറിയാണ് അമരയ്ക്ക. ഓ, ഇന്ന് പറയുമ്പോൾ തന്നെ എന്തോരം വിശേഷപ്പെട്ട ദിവസങ്ങളറിയാം. ഒന്നാമത് ഈ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കും, സ്കൂളിൽ കൂടുന്നൊക്കെ. അതെ, സ്കൂൾ തുറക്കുന്നൊക്കെ പറയില്ലമ്മാ. ശരിക്കും കടുകിട്ടു. അപ്പൊ ശരിക്കും അമ്മ, സ്കൂൾ തുറക്കണതൊക്കെ ജൂൺ 1-ാം തീയതി ആയാലും സ്കൂൾ പോണ ദിവസം മിക്കവാറും എല്ലാവരും ഒരു ജൂൺ 4-ാം തീയതി 5-ാം തീയതി ഇതൊക്കെ ആയിരിക്കും. പുസ്തകം, ബാഗ്, കൊട. എന്നിട്ട് വേണം ഞങ്ങളുടെ പുതിയ വസ്ത്രം ഇട്ട്, പുതിയ ഷൂ, പുതിയ സോക്സ്, പുതിയ ബാഗ്, പുതിയ കൊട. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഗോൾഡൻ പീരീഡാണ്. കാരണം ഈ പുതിയതിനോട് വല്ലാത്ത കൊതിയുള്ളൊരു പ്രായമാണ് അല്ലേ. പക്ഷേ ഇന്നത്തെ ഈ ദിവസത്തെ കറിവേപ്പില ഇട്ടു. ഈ കറിവേപ്പില ഇടുമ്പോൾ അമ്മ നേരത്തെ കണ്ണു കൊണ്ട് എന്നെ നോക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടില്ല. അതെന്താ കറിവേപ്പില എവിടെ ഇടുമ്പോഴും കാണിക്കുമ്പോഴൊക്കെ എന്നെ നോക്കണമ്മ? കറിവേപ്പില വന്നത് ഇടയ്ക്ക് എന്നെ നോക്കണ്ടമ്മ. വേറെ എന്തിടുമ്പോഴും അമ്മ അങ്ങനെ പറയുന്നില്ലല്ലോ. കറിവേപ്പില ഇടുമ്പോൾ മാത്രം കറിവേപ്പില ഇട്ടു എന്നൊരു എന്തോ ഒരു ജാതി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പറയും പോലെ കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇടത്തെ കണ്ണും കൊണ്ട് എന്നെ നോട്ടം നോക്കിയമ്മ. ഇങ്ങനെതാ കറിവേപ്പില ഇട്ടു, അതങ്ങനെ തന്നെ ഇതേ നോട്ടം. സത്യമായിട്ടും കറിവേപ്പില ഇടുമ്പോൾ മാത്രം നോക്കണത്. അതേപോലെ ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട്. നമ്മളൊക്കെ വോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്ന് ജയിക്കുമോ എന്നുള്ള ചിന്തയിൽ ഈ ലോട്ടറി എടുത്തിട്ട് നോക്കില്ലേ, നമ്പർ അടിക്കുമോ നോക്കണ പോലെ തന്നെ അതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ 5 വർഷത്തേക്ക് ആരായിരിക്കും നമ്മളെ ഭരിക്കുക? കാരണം 5 വർഷം ഭാരത ജനത, ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ കൈകളിലാണ്. അപ്പോൾ നമ്മളെ എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ നയിക്കുന്ന ഒരാളുടെ കയ്യിൽ ചെങ്കോല് കൊടുക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവരും ഭയങ്കര ബിസിയായിരിക്കും. മിക്കവാറും ആൾക്കാരൊക്കെ ടിവിയുടെ മുമ്പത്തായിരിക്കും, ഞാൻ മാത്രമായിരിക്കും നമ്മുടെ മുമ്പത്ത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ജൂൺ മാസത്തിൽ എൻ്റെയൊക്കെ ഓർമ്മ എന്ന് പറഞ്ഞാൽ പുതിയ പുസ്തകത്തിൻ്റെ മണം. ഇങ്ങനെ മണത്ത് നോക്കുമ്പോൾ എന്താ ഒരു മണം. ആ പുതിയ പുസ്തകത്തിൻ്റെ മണം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മണമായിരുന്നു. അതുപോലെ പുതിയ വസ്ത്രം ധരിക്കുക, പുതിയ ഷൂ ഇടുക. ആകെ ഒരു വയറുകാഴ്ച എന്താന്ന് പറഞ്ഞാൽ ഷൂ ഒക്കെ ഇട്ടിട്ട് പോയി ഇറങ്ങുമ്പോൾ ചേരാവരുത്, വസ്ത്രത്തിൽ ചേർന്നും ധരിക്കാണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ അമ്മ തെറ്റിദ്ധരിക്കരുത്. സ്കൂൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞാൽ ഫ്രണ്ട്സ്.
അല്ല നമ്മ കേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞ അപ്പം വിചാരിക്കും അതാരാടാ ചോദിക്കുക. അതല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ്. വാടുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പോണ സമയത്ത് നമ്മുടെ അവർ എങ്ങനെയാണ് അവൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഒരേ ടൈപ്പ് കളറായിരിക്കും, പക്ഷെ അതിൽ ഞങ്ങൾ 2 മക്കൾ ഇത്തിരി വ്യത്യാസമായിട്ട് ഇട്ടിട്ട് കൊണ്ടായിരുന്നു. ഇന്നലെ ടീച്ചർ ചീത്ത പറയുണ്ടായിരുന്നു. പച്ചമുളകും ഈ കറിവേപ്പിലയും കൂടി ഒന്നും കൂടി അഴിച്ചു കൊടുക്കാം. അപ്പം ഇതിങ്ങനെ എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പിക്കും, അധികം ഉപ്പ് വേണ്ട, എന്താ ചൂടെ കാണാതെ, അപ്പോഴത്തേക്ക് കുറവ് ഉപ്പ്. അപ്പം ഇത് ഇതിന് ആവണം. അത് വരുമ്പോഴാണ് ചതച്ച മുളക് ഏത് വരുമ്പോൾ ഇതൊന്ന് ആയി വരണം. പിന്നെ ആവി വരണം പറഞ്ഞു. ഇത് നമുക്കുണ്ടാക്കണതല്ല, ആത്മാക്കൾക്കൊന്നല്ല ആവി വരട്ടെ എന്ന് പറയാൻ. അമ്മയ്ക്കാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ വിറക്കണത്. ലോകത്ത് ഒരാളും വിറക്കാത്ത സമയത്ത് ഉഷ്ണൊക്കെ ഇത്തിരി ഉണ്ട്, എന്നാലും ഇങ്ങനെ വിറക്കണത് അമ്മ മാത്രമേ ഉള്ളൂ. ഇതാണ് ചിലരൊക്കെ പറയണത് കേട്ടോ. കുടുംബശ്രീക്ക് പണിക്ക് പോണ നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള നമ്മുടെയൊക്കെ ഒരു ഫ്രണ്ടായ ഒരാൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമത്തിലുള്ളൊരു ആളുടെ ഭർത്താവ് എന്നും പറയും എനിക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ട് വന്നത്, അതാണ് പണിക്ക് പോകാത്തത്. അല്ല, ആ അസുഖമല്ല അമ്മയ്ക്ക്, അമ്മ ഫുൾ ടൈം പണിയല്ലേ. അമ്മേനല്ല പറഞ്ഞേ, ആ ചേച്ചിയുടെ ഭർത്താവ് പറയത്ര എന്താണ് പണിക്ക് പോകാത്ത പറഞ്ഞ് എനിക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ടടി പോകാൻ പറ്റില്ല എന്ന് പറയത്ര. അങ്ങനെയുള്ള അസുഖമൊന്നും അല്ല അത്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള പറഞ്ഞു തന്നല്ല. പിന്നെ അമ്മ എന്തിനാണ് അമ്മമാരെല്ലാം അങ്ങനെ ഉണ്ടാക്കി തരില്ലോ. ഞങ്ങൾ റോഡിൽ കൂടെ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ വെജിറ്റബിൾ കുറുമ ഉണ്ടെങ്കിൽ തരുമോ ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? അതിനല്ല അമ്മയുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ്ണ കാലമോ അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് ആണെന്നൊക്കെ പറയുന്ന ആ ഒരു സുവർണ്ണ കാലത്തിനെ പറ്റി പഴയ ഓർമ്മകളിൽ ചെകഞ്ഞെടുത്ത മിക്ക ആൾക്കാരുടെ സുവർണ്ണ കാലം എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പത്തിലെ സ്കൂൾ. ശരിക്കും കോളേജ് ഒന്നും ഇതിന്റെ അടുത്ത് വരില്ല, സ്കൂൾ തന്നെ വരില്ലോ. എന്റെ ആ സമയത്ത് എന്റെ അച്ഛന്റെ ഓർമ്മ ഒരുപാട് അമ്മയെക്കാളും. അതെന്താ അറിയോ, എൻ്റെ അമ്മക്ക് ഒരു വർഷം 2 മാസം 3 മാസം ഒക്കെ ആവുമ്പോൾ ഓരോരോ കുട്ടികളല്ലേ. അപ്പൊ അമ്മ ഏതാണ്ട് ഈ സമയത്ത് പ്രസവിച്ചെടുക്കുന്ന സമയമായിരിക്കും. എന്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടോ, എനിക്കൊരു 6-7 വയസ്സൊക്കെ ഉള്ള സമയമൊക്കെ എൻ്റെ ഓർമ്മയിൽ. അപ്പൊ എനിക്ക് സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ഒരു 8-9 വയസ്സ് വരെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. പിന്നെയൊക്കെ അപ്പൊ അമ്മമ്മ ഉണ്ടാവും, പിന്നെ ജോലിക്കൊക്കെ ഒരാളുണ്ട് പുറംപടിക്കൊക്കെ, പക്ഷെ അമ്മമ്മയാണ് അടുക്കളയിൽ. അപ്പൊ അമ്മയ്ക്ക് എന്റെ കാര്യം സ്കൂളിൽ പോകുമ്പോൾ നോക്കാനുള്ള സമയം ഉണ്ടല്ലോ. ചെറിയ കുട്ടിയല്ലേ, ഒന്നില്ലെങ്കിൽ പാല് കുടിക്കുന്ന കുട്ടിയായിരിക്കും, അതിനെ നോക്കണം. എന്റെ കാര്യം അങ്ങനെ ഞാനല്ലേ മൂത്തത്, പിന്നൊക്കെ എന്റെ തലത്തിലുള്ള ആൺകുട്ടികളല്ലേ. അപ്പൊ സമയം ഉണ്ടാവില്ല അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ആര് ചെയ്തു തന്നാലും ശരിയാവില്ല, അമ്മ തന്നെ ചെയ്തു തരണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ പറയൂ. എൻ്റെ അച്ചാച്ചൻ ആളാണ് എനിക്ക് ഇതൊക്കെ ചെയ്തു തരിക. മുടിയൊക്കെ 2 ഭാഗത്ത് തിന്നിട്ട് പൗഡർ ഇട്ട് ഷൂസ് ഇട്ട് എല്ലാം ചെയ്തു തരുന്നത് അച്ഛനാണ് കേട്ടോ. അപ്പൊ എനിക്ക് നന്നായിട്ട് ജടയൊക്കെ പിന്നെ തരും. നന്നായിട്ട് 2 ഭാഗത്തേക്ക് ഇങ്ങനെ മടങ്ങിട്ട് വേവിച്ച പയറ്. അപ്പൊ എനിക്ക് അച്ഛനൊക്കെ ചെയ്തു തരുന്നത് കുറവ് വെച്ച് ഞാനും കൂടി കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ. കുറവ് അത് മതി. വൈകുന്നേരം പിന്നെ നമുക്ക് എന്തായാലും ഇതല്ലേ. ഞാനും കഴിക്കൂട്ടോ, കണ്ടപ്പോൾ ഇഷ്ടമായി. ഈ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് ഒരു സാധനം എനിക്ക് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന നിനക്കും കൂടി വേണ്ടിയിട്ട് വെക്കേണ്ടി വരിടാ മകനെ എന്നാണ് നമ്മുടെ ചിന്ത അല്ലേ? അല്ല അത് നമുക്ക് നല്ലതാണ്. ഒരു സിംഹത്തിന്റെ ഗർജന കേട്ടോ അമ്മ, അത് നമ്മുടെ പ്രിയപ്പെട്ട മോനേട്ടൻ അശി പറഞ്ഞാണ്. ആ സിംഹം ആരാന്ന് മനസ്സിലായോ? എന്താ അത് കാട്ടിലെ സിംഹമല്ല, വീട്ടിലെ സിംഹമാണ്. അതിന്റെ ഗർജന അല്ല, ജലദോഷമാണ് കേട്ടത്. അശീന്നമ്മ ചുമക്കി ദപ്പമ്മ ചുമച്ചില്ല, ഇതാണ് ചുമ. അല്ല അമ്മ സൂക്ഷിച്ച് പറയട്ടെ, അവിടെ നിന്ന് അപ്പൊ അച്ഛൻ കൂടെ ഓടിയെത്തും. പിന്നെ
അപ്പൊ അച്ഛൻ എനിക്ക് 2 ഭാഗത്തേക്ക് ഇങ്ങനെ മുടി പിന്നെ അന്ന് ഈ മുടി പിന്നിട്ട് 2 ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടി ഈ റബ്ബർ ബാൻഡ് അല്ല ടേപ്പ് എന്താ പറയാ പച്ച ചുവപ്പ് നീല മഞ്ഞ നമ്മുടെ യൂണിഫോം നീലയും വെള്ളയാണ്. അപ്പൊ വെള്ളയാണ് ടേപ്പ് തലേ 2 ഭാഗത്ത് പൂ പോലെയൊക്കെ ഇങ്ങനെ ആക്കി ഷൂസൊക്കെ ഇട്ട് സ്കൂളിൽ കഴിക്കും. പൗഡറൊക്കെ ഇട്ട് വന്ന് എല്ലാം നല്ല വൃത്തിയായിട്ട് അച്ഛനെ ആക്കി. അതാണ് എനിക്ക് ഓർമ്മ. ഏതാണ്ട് ഒരു 10-11 വയസ്സ് വരെ അച്ഛനാണ് ഇതൊക്കെ ചെയ്തു തന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ പറയില്ലേ ഒരു മൈമൂന പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്, അവളുടെ ചേച്ചിയില്ല ആസ്ര എന്ന് പറയും. പിന്നെ അവരിങ്ങനെ ഈ പിന്നണതൊക്കെ നല്ല രസമാണ്. എന്തൊരു പിന്നലുണ്ട് അവരുടെ 3 ഇതെടുത്തിട്ട് പിന്നലല്ല 4-5 ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു പിന്നലുണ്ട്. അപ്പൊ അവര് പിന്നെ അതിനായി വാശി അവര് പിന്നെ തരണമെന്ന്. അപ്പൊ അവര് വീട്ടില് ജോലി ഉണ്ടെങ്കിലും എന്റെ വാശിക്ക് നിന്ന് അവരത് എനിക്ക് കൂടി പിന്നിത്തരും. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ സ്കൂളിൽ പോകുമ്പോ അയ്യോ എന്താ അയ്യോ അന്നത്തെ പിന്നെ അത് മാത്രല്ല സ്കൂളിൽ പോകുമ്പോ നമ്മുടെ ക്ലാസ് ഒക്കെ മാറില്ലേ. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു B ക്ലാസ് അങ്ങനെ ഏതിലെങ്കിലൊക്കെ മാറിപ്പോവല്ലോ ക്ലാസ് റൂമിലേക്ക്. ഫ്രണ്ട്സ് മാറുമോ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ടീച്ചർമാരില്ലേ, നമ്മുടെ 5-ലാണെങ്കിൽ 6 വേറെ ടീച്ചർ, ക്ലാസ് ടീച്ചർ മാറുമല്ലോ. അപ്പൊ അതൊരു സങ്കടം. അപ്പൊ ക്ലാസ് ടീച്ചറുടെ അടുത്ത് പോയിട്ട് ടീച്ചറെ നിങ്ങൾ തന്നെ വരും ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഓരോ വാശി പിടിച്ച് നിൽക്കുക. അപ്പൊ ടീച്ചർ നല്ല വാക്ക് പറയും, അതെ ഞാനിവിടെ ഉണ്ടല്ലോ ഈ സ്കൂളിൽ തന്നെ അടുത്ത ക്ലാസ്സിലില്ലേ, അപ്പോൾ നിങ്ങൾ പുതിയ ടീച്ചർ നല്ല ടീച്ചറാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സമാധാനം. അന്നത്തെ ഒരു ടീച്ചർ പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചറാണ് വലുത് നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചറിനെ കാട്ടിലെന്നൊക്കെ പറഞ്ഞൊരു വാശി ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. നമ്മള് വേറെ മാറുക. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും അന്ന് ഞങ്ങളുടെ ഇങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതൊക്കെ നല്ല ഓർമ്മകളല്ലേ. നോക്ക് ഇന്നൊക്കെ അങ്ങനെ നമ്മുടെ ഈ ടീച്ചർമാരോട് അന്നത്തെ ഒരു പെരുമാറ്റമൊക്കെ വ്യത്യാസമല്ലേ. അവർ നമ്മളെ ശരിക്കും ഒരു അമ്മ തന്നെ നമുക്കല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഏതാണ്ട് ഞങ്ങളുടെ അത്രയൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും ഇല്ല ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. ഒന്നാലും ഞങ്ങളുടെ അത്ര ഇല്ല. അത് അവനവന്റെ തന്നെയാണല്ലോ ഓരോർക്ക് വലുത്. അതല്ല ഞങ്ങളുടെ കാലത്തെ ടീച്ചർമാരുടെ അല്ല എനിക്കൊരു മരിയമ്മ മിസ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ജീവനായിരുന്നു. എനിക്ക് ഒരുപാട് പേരുണ്ട്. അല്ല റീട്ട മിസ് ഉണ്ടായിരുന്നു, മരിയമ്മ മിസ് ഉണ്ടായിരുന്നു, മോഹൻ സാർ ഉണ്ടായിരുന്നു, ഉഷ മിസ്, ധൻപാൽ സാർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ട്, സരസ്വതി മിസ്. എല്ലാവരും അന്നത്തെ മാഷുമാര് ടീച്ചർമാരെന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റില്ല. അത്രയും നല്ല മനസ്സിന്റെ ഉടമകളായിരുന്നു. ഇന്നും അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ അന്നൊന്നും ഒരാളിനെയും മറക്കാൻ പറ്റില്ല. ഈ മാസം വന്ന് എനിക്ക് വരുന്ന ഏറ്റവും വലിയ ഓർമ്മ എന്താ അറിയാമോ? ഒന്ന് എൻ്റെ അനിയൻ അമ്മേനെ വിട്ട് പൂല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവമാണല്ലോ. അപ്പോൾ അമ്മേനെ വിട്ട് പൂല എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ദ്രൗപദി വസ്ത്രാപനം ചെയ്യുമ്പോൾ നമ്മുടെ സാരിയൊക്കെ പിടിച്ച് വലിച്ച് നമ്മുടെ സാരിയൊക്കെ കഴിഞ്ഞു പോയി അമ്മ അവനെ തല്ലി. എന്നിട്ട് സ്കൂളിലൂടെ ആക്കി. എന്നിട്ട് ക്ലാസ് കഴിയുന്നവരെ ഉച്ച വരെ അമ്മ ജനലിൻ്റെ അടുത്ത് നിന്നു. ഓർമ്മയുണ്ട് അമ്മയ്ക്ക്? അവൻ അങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ അമ്മേനെ കാണണം. പിന്നെ ടീച്ചർ പോരാന്ന് പറഞ്ഞിട്ട് അവൻ ആ ക്ലാസ്സിൽ നിന്ന് കരഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഏത് ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അമ്മ അവിടെ ജനലിൻ്റെ അടുത്ത് കാണണം. അപ്പം അമ്മേനെ അവൻ നോക്കിക്കൊണ്ടേയിരിക്കും. കണ്ണൊരു പൊള്ളക്കണ്ണൊരു വെള്ളം നിറച്ചിട്ട് ഉണ്ട കണ്ണായിരുന്നു അന്ന്. അതേപോലെ അതന്നെ പറയണത്. വലുതാകുമ്പോ ഒക്കെ മാറും. ഇപ്പൊ വന്നിട്ട് അവൻ അമ്മേനെ അടുത്തിരിക്കാൻ പറ്റുമോ? അതന്നെ. അത് മാറല്ല, ജീവിത സാഹചര്യങ്ങൾ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ജനലിൽ കൂടെ അമ്മേനെ നോക്കിയിട്ടൊക്കെ ക്ലാസ്സിലിരിക്കില്ലേ. പകരം ഈ എൻ്റെ കാര്യം എങ്ങനെയാണ്? സാധാരണ ഇപ്പോൾ നമ്മുടെ ഒരു അടുത്ത വീട്ടിലൊരു നായ്ക്കുട്ടിയുണ്ട്. അത് അവർക്ക് വേണ്ട. അപ്പോൾ അവർ വളർത്താൻ വേറൊരാളിനെ ഏൽപ്പിച്ചെന്ന് വെച്ചോ. കേക്കമ്മ, അത് മുഴുവൻ കേക്ക്. അപ്പോൾ ആ നായ്ക്കുട്ടിനെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ വീട് വിട്ട് പോവുകയാണെന്ന് നായ്ക്കുട്ടിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ നായ്ക്കുട്ടി എന്ത് ചെയ്യും? നായ്ക്കുട്ടി ആ വീട്ടിൽ നിന്ന് വരാൻ സമയക്കാരും ബലം പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കൊണ്ടുപോകാൻ വരുന്ന ആൾക്കാരെന്താക്കും? പിടിച്ച് വലിക്കും ചങ്ങല കെട്ടിട്ട്. കേക്കു, എന്നെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അച്ഛൻ നേരത്തെ കൂടെ വലിച്ചിട്ടായിരുന്നു എന്നെ സ്കൂളിൽ കൊണ്ട്. ഞാൻ വരില്ല അച്ഛാ, എനിക്ക് പഠിക്കണ്ട അച്ഛാ, എനിക്ക് എൻ്റെ വീട് മതി അച്ഛാ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, കൂട്ടുകുടുംബം. ചെറിയച്ഛൻ്റെ മക്കള്, വലിയച്ഛൻ്റെ മക്കള്, അമ്മാവൻ്റെ മക്കള്, ഇവര് വന്ന് നിറഞ്ഞൊരു കുടുംബം. അവിടെയാണെങ്കിൽ പ്രേതകഥ പറയാനും ഗോലി കളിക്കാനും ഗില്ലിദാണ്ട് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും മീൻ പിടിക്കാനും ഇങ്ങനെയൊക്കെ ഉല്ലസിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയിട്ട് 4 ചുമരുകൾക്കുള്ളിൽ കുറച്ച് ബെഞ്ചും അറിയാത്ത മുഖങ്ങളുടെ കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയാക്കുമ്പോൾ സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിപ്പേ വേണ്ടച്ചാന്ന് പറയുമ്പോൾ അച്ഛൻ തൊട്ടടുത്ത കനാലിൽ കിടക്കാൻ എറിഞ്ഞിട്ടുണ്ട്. ഈ ചക്കരഞ്ഞി ഒന്നും നന്നാക്കിയിട്ട് കാര്യമില്ല പറഞ്ഞു.
കുട്ടിയായിരുന്നു കേട്ടോ. അച്ഛൻ്റെ കുട്ടിയായിരുന്നു. പക്ഷെ അച്ഛൻ എന്നെ വലിച്ചിട്ട് ആദ്യം ഒരു പട്ടിയെ കൊണ്ടുപോകുമ്പോൾ തന്നെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയത്. അവനാണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് അമ്മയുടെ സാരിയൊക്കെ പിടിച്ച് ഊരി അമ്മയ്ക്ക് ഇങ്ങനെ. പക്ഷെ അമ്മയുടെ കാര്യം വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ഉച്ച കഴിഞ്ഞവരെ ജനലിൻ്റെ അടുത്ത് അമ്മ അങ്ങനെ അമ്മനെ നോക്കിയില്ലെങ്കിൽ ജനലിൻ്റെ ഭാഗത്ത് നീങ്ങി അപ്പം നിലവിളിക്കും. അങ്ങനെയായിരുന്നു. എന്നെ വലിച്ചിട്ട് ഏതാണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണല്ലോ സ്കൂള്, വണ്ടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. മഴക്കാലം വന്നാൽ മാത്രം ഞങ്ങളൊക്കെ കാറിൽ കൊണ്ടുപോയി ഇറക്കും. അല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ നമുക്ക് നടന്നു തന്നെ പോവാം. അപ്പോൾ ഈ സീസണിലൊക്കെ പോകുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് വലിച്ച് കമ്പൗണ്ട് വരെ വലിച്ച് കൊണ്ടുപോയി കുടുംബക്കാർ മുഴുവൻ നോക്കുക, ഇവൻ പോവോ ഇവൻ ഇരിക്കുവോ എന്നിട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെ എന്നെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതങ്ങനെയായി. പിന്നെ സ്കൂളിലേക്ക് മകനെ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നില്ല. മകൻ്റെ കംപ്ലൈൻറ്റ് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയും അച്ഛനും അങ്ങോട്ട് വരേണ്ടി വന്നു മാത്രം. അങ്ങനെയായിരുന്നു എൻ്റെ ജൂൺ മാസത്തെ പ്രോബ്ലം. അതേപോലെ പേനയിൽ എഴുതുന്ന കാലം വന്നതും ഹീറോ പെന്നില്ലെങ്കിൽ ഞാൻ അന്ന് സ്കൂളിൽ പോവില്ല. എനിക്കതൊക്കെ ഭയങ്കര വാശിയായിരുന്നു. ഓരോ ദിവസം ഓരോന്ന് പൊട്ടിക്കും. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുപോകും. അതേപോലെ സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ എന്നും ഞാനും അവന് നമ്പർ 1 ആയിരുന്നു. ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ എഴുതി വെക്കുക. കാരണം അത്രയും നല്ല സൂപ്പർ യൂണിഫോമിൻ്റെ തുണി തന്നെ വ്യത്യാസമായിരിക്കും. ചില സമയത്തൊക്കെ എനിക്ക് സിൽക്കിൻ്റെ ഷർട്ട് ഇടണം വന്നിട്ട് വാശി പിടിച്ചിട്ട് ടീച്ചർ പിടിച്ചിട്ട് നീ സിനിമയിൽ അഭിനയിക്കാൻ വരികയാണോ, നീ സിൽക്കിട്ട് വേറെ നീ ആരാ, കമറാസനാണോ, രജനികാന്താണോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു ടൈ ഊരിയിട്ട് പാടാ വീട്ടിൽ പോയിട്ട് പറയും. ഞാൻ വീട്ടിലേക്ക് വരും. കറുത്ത ഷൂവും പിന്നെ വൈറ്റ് ഷൂ ആയിരുന്നു. ട്യൂസ്ഡേ ഫ്രൈഡേ വൈറ്റ്, ബാക്കിയുള്ള ദിവസമൊക്കെ ബ്ലാക്ക് ഷൂ ആയിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഷൂവിൽ എനിക്ക് സിപ്പ് ഷൂ ആണെന്ന് വാശി പിടിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടോ? അവസാനം ഹെഡ് മാസ്റ്റർ റൂമിൽ പോയിട്ട് ലൈസുള്ള ഷൂ തന്നെ ഇടാൻ പാടുള്ളൂ, അതിട്ടിട്ട് തന്നെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൈസ് കെട്ടാൻ അറിയില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോഴെന്താ എൻ്റെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കമ്മ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ അമ്മയോട് ചോദിക്കട്ടെ. നമ്മുടെ സ്കൂൾ ലൈഫിൽ അച്ഛനമ്മയ്ക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത്, സാധാരണ ഈ പെൺകുട്ടികൾക്ക് ഈ അച്ഛന്മാർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വേഗം ഒരു കാര്യം ചോദിക്കാം. ഇലക്ഷൻ ഡ്യൂട്ടി അല്ല, ആര് ജയിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കലും ഒരു പാർട്ടി സപ്പോർട്ടറല്ല. പക്ഷെ എന്നാലും ഭാരതം 5 വർഷത്തേക്ക് ആര് ഭരിക്കും എന്നൊരു നിർണായക ദിവസമായതുകൊണ്ട് നമുക്ക് ആകാംക്ഷയാണ്. ആരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാരാജാവ് എന്നൊന്ന് അറിയണം. ഇവരെങ്ങനെയാണ് ഞങ്ങളെ പോലുള്ളവരൊക്കെ ഭരിക്കാമെന്ന് അറിയണം. നമുക്ക് എന്ത് നല്ലത് ചെയ്യും, ഗ്യാസിന് വില കുറയ്ക്കുകയോ പെട്രോളിന് വില കുറയ്ക്കുകയോ ഇതെല്ലാം നമുക്കറിയണം. ഒപ്പം ചിക്കനും കാര്യങ്ങളൊക്കെ ആരായാലും നാട് ഭരിക്കുക 5 വർഷം അവൻ്റെ കയ്യിലാണ് നമ്മുടെ എല്ലാ തലയും കൊണ്ടേ കൊടുത്തിറക്കുന്നത്. അപ്പോൾ അവൻ്റെ കഷ്ടത്തിൽ ഞങ്ങളുടെ തല വെച്ച് അമർത്താതെ നമുക്ക് നല്ലത് വരുത്താൻ അവരൊക്കെ പ്രയത്നിക്കരുതെന്ന് നല്ല വിശ്വാസത്തോടു കൂടി ജയിക്കുന്നവരാരായാലും നമ്മുടെ നാട് നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊപ്പം തന്നെ അമ്മയുടെ ചോദ്യം ചോദിക്കാണ്ട്, അമ്മ ഈ ശരിക്കും പറയുകയാണെങ്കിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ ഈ പെൺമക്കൾക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് അച്ഛന്മാരിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് 100 വട്ടം 100 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും 1000 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വീണ്ടും പറയാൻ സത്യം തന്നെയാണ്. അത് അച്ഛനോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും, ആ മക്കൾക്ക് അമ്മയോട് ഒരു ഇഷ്ടം ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു പോവും. അതെന്താണെന്നറിയില്ല, അതങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് തരുന്നതും അല്ല എൻ്റെ അച്ചാച്ചൻ നമ്മുടെ അച്ഛൻ മുടി പിന്നി തരുന്നതും പൊട്ടിട്ട് തരുന്നതും സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നതും ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഒരിക്കലും മറക്കാതെ മരിക്കാതെ സൂക്ഷിക്കുന്ന ഓർമ്മകളാണ്. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഫീൽഡിൽ ആഗസ്റ്റ് 15 ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ട് അന്ന് ഈ കിത്തൂരി ചെന്നമ്മയുടെയും ജാൻസി റാണിൻ്റെ ഒക്കെ വേഷം കെട്ടിയിട്ട് അമ്മ മെലിഞ്ഞ് വെളുത്തൊരു സുന്ദരി ആയതുകൊണ്ട് അമ്മേനെ ആ ട്രാക്ടറിന്റെ മുകളിൽ നിർത്തുന്നുണ്ടായിരുന്നു. പല വേഷം കെട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടുത്തെ റാണിമാരുടെ വേഷം കെട്ടി ആഗസ്റ്റ് 15 നമ്മുടെ സ്കൂളിൽ നിന്ന് കൊണ്ടു ഡിസ്ട്രിക്ട് ഫീൽഡിലേക്ക്. അപ്പൊ ഓരോരോ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വേഷം കെട്ടിയിട്ടുണ്ടാവും. അതിൽ ആരൊക്കെ പ്രൈസ് അങ്ങനെ ഡിസ്ട്രിക്ട് ഫീൽഡ് പ്രൈസ് ഒക്കെ കൊടുക്കും. അപ്പൊ അച്ഛൻ എന്ത് ജോലി ഉണ്ടെങ്കിലും നമ്മുടെ അച്ഛൻ ഞാൻ പറഞ്ഞുതരാം, അംബാസഡർ കാറിൽ എല്ലാ ജോലി ഉപയോഗിച്ചിട്ട് ഈ ട്രാക്ടറിന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ടാവുന്ന കേട്ടത്. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ആ ട്രാക്ടറിന്റെ മുകളിൽ എത്ര പിള്ളേരുണ്ട്, ആ പിള്ളേർക്ക് മുഴുവനും ആ ഡിസ്ട്രിക്ട് ഫീൽഡ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഐസ്ക്രീമും ചോക്ലേറ്റും അയ്യോ ഈ കഥയൊക്കെ ഞാൻ എത്ര കേട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഒരു കാലത്ത് എൻ്റെ അമ്മമ്മയായിരുന്നല്ലോ ഇവിടെ വന്നപ്പോൾ. അമ്മ പറഞ്ഞതിനേക്കാളും കൂടുതൽ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാരണം അതൊക്കെ അറിയാം. അങ്ങനെയാണ് അവളുടെ ഇത്രയും വാശിക്കാരിയൊക്കെ. അപ്പം അന്നിങ്ങനെ അമ്മമ്മ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വൈകുന്നേരം ആയാലോ ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പണ്ടത്തെ കഥകൾ ഇങ്ങനെ പറയും. ഞാൻ കഥ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാൻ അവർക്ക് നല്ല താല്പര്യമായിരുന്നു. നിങ്ങൾക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യം. അപ്പോൾ ഈ ജൂൺ മാസത്തിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല മെസ്സേജും കൂടിയുണ്ട്. എന്താ അറിയോ, ഈ ജൂൺ മാസ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ പഠിക്കാൻ പോണ ഓരോ കുട്ടികളും നിഷ്കളങ്കരായിരുന്നു. എന്താ അറിയോ,
അവർ അച്ഛനും അമ്മ എന്ത് പറയും അതായിരുന്നു ലോകം. അതിൻ്റെ അപ്പുറത്തൊരു ലോകമല്ല. അവൻ്റെ അപ്പുറത്ത് കാണുന്ന അങ്കൽ എന്ത് പറയും അതിനും കൂടി ബഹുമാനിക്കും. കാരണം ഈ കുടുംബത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ബാല്യകാലമാണത്. ആ കാലം കഴിഞ്ഞിട്ട് ഇന്ന് പിന്നെ വലുതായി ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും സ്കൂളിൽ പോകുന്ന കുട്ടികൾ അങ്ങനെ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് അവരൊരു ജോബിലൊക്കെ ആയി അവർ വലിയ നിരയിലൊക്കെ ആവുന്ന ഒരു സമയം വരുമ്പോൾ അവരോട് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പോയി അവർ പറയണൊരു ചോദ്യമുണ്ട്, ബുദ്ധി അത്രയ്ക്കൊന്നും ഇല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാൻ പറഞ്ഞാൽ ബുദ്ധി ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ഒരു കാലമായിട്ട് മാറി. അപ്പോൾ ഈ ജൂൺ മാസത്ത് ഓർക്കേണ്ടത് ഞങ്ങളുടെ ഒരു ബുദ്ധി കേട്ടിട്ടാണ് ഈ ലോകത്ത് സ്കൂൾ വരെ എത്തിയത്. അവിടുന്ന് ആ ടീച്ചർമാരെന്ന് പറഞ്ഞ ഗുരുക്കളിൽ നിന്ന് കിട്ടിയ കുറേ ബുദ്ധികൾ, അപ്പോൾ എല്ലാം ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചതാണ്. ഇങ്ങനെ ഈ പല സ്നേഹമുള്ള വ്യക്തികൾ നൽകിയതാണ്. അപ്പോൾ ഈ ഒരു ശുദ്ധനത്തിൽ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛനും അമ്മേനെയും നമ്മുടെ പഠിപ്പിച്ച ആദ്യാക്ഷരം പഠിപ്പിച്ച ഗുരുക്കളെയും ആദ്യാക്ഷരം പഠിപ്പിച്ച അമ്മേനെയും ഒക്കെ ഓർക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനടങ്ങുന്ന ഒരുപാട് തലമുറകൾ പിന്നീട് കുറേ വർഷം കഴിഞ്ഞിട്ട് ഇന്നാളെ ഏതോ വീഡിയോയിൽ അമ്മ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങോട്ട് ബുദ്ധി പറഞ്ഞു തരും. അപ്പോൾ ഈ ബുദ്ധിയൊക്കെ ഇവിടുന്ന് കിട്ടിയതാണെന്ന ചിന്ത ഈ ജൂൺ മാസ തുടക്കങ്ങൾ ഇനി എത്ര വർഷങ്ങൾ വന്നാലും എല്ലാവരും ഓർക്കണം. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നൽകിയ ജ്ഞാനം പോരാന്ന് പറഞ്ഞിട്ട് അവിടെ ഗുരുക്കൾ നൽകുന്ന ജ്ഞാനം കൂടി നിങ്ങൾക്ക് സമ്പൂർണ്ണത നൽകട്ടെ എന്ന് പറഞ്ഞ് ഗുരുകുലത്തിൽ കൊണ്ടുപോയി വിട്ട് നിങ്ങളെയൊക്കെ ജ്ഞാനിയായി മാറ്റിയ ആ മഹത്തായ വ്യക്തികൾക്ക് മുമ്പർത്താണ് പോയിട്ട് നിങ്ങൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കണത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം. ആർക്ക്? ഈ എനിക്ക് അല്ലേ? അപ്പോൾ എല്ലാവരും എല്ലാം കാത്തിരിക്കുന്ന പോലെ തന്നെ ഇന്ന് ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഭാരതം ഇനി 5 വർഷം ആര് ഭരിക്കും? എല്ലാവരുടെയും മനസ്സുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഭരണവും ജനങ്ങൾക്ക് വേണ്ടി നന്മയുള്ളതാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ജൂൺ മാസത്തെ ഓർമ്മയോടുകൂടി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ചോദിക്കണു. എന്നെങ്കിലും ഒരു മാന്ത്രിക ശക്തി പോലെ, ഒരു മാന്ത്രികം പോലെ ഒരു ടൈം ട്രാവലർ എന്നൊരു സംഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അമ്മയ്ക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകണമെന്ന് ഒരു തോന്നൽ വന്ന അമ്മ എന്തായിരിക്കും? അമ്മയുടെ അച്ഛനെ വീണ്ടും ഒന്ന് കാണുകയാണ്. അമ്മ അതേ പ്രായത്തേക്ക് തിരിച്ചു പോവുകയാണ്. എന്ന് വെച്ചാൽ അമ്മ അത്രയും വർഷം പിന്നാക്കാൻ പോവുകയാണ്. നമ്മുടെ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ 5ാം ക്ലാസ്സിലേക്ക് അമ്മ ടൈം ട്രാവലർ തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ മുടി പിന്നി തന്നും കൊണ്ടും അമ്മയ്ക്ക് പൗഡർ തേച്ചും കൊണ്ടും ഇരിക്കുന്ന അച്ഛനോട് അമ്മ എന്ത് പറയും? ഒരു ഉമ്മ കൊടുക്കുമോ? അത് കെട്ടിപ്പിടിച്ച് എന്ത് പറയും? കെട്ടിപ്പിടിച്ച് അച്ഛാ എനിക്ക് ഈ ജീവിതം തന്നെ മതി അച്ഛാ, എനിക്ക് വലുതാവേ വേണ്ട. എങ്ങനെ വലുതാവാണ്ടിരിക്കുന്ന ഒരു മന്ത്രത്തിനോ ജപത്തിനോ എവിടെയെങ്കിലും പോകാൻ പറ്റിയ പറയും. എന്നിട്ട് ആ ടൈം ട്രാവൽ വീണ്ടും വന്നിട്ട് സമയമായി കയറിക്കോളൂ, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. പിന്നെയും ഈ 5 വയസ്സ് മുതൽ മുന്നോട്ട് കൊണ്ടുവരും പറഞ്ഞ് എന്ത് ചെയ്യും? എന്നെ കൊണ്ടുപോകാൻ പറയും ആ വയസ്സിൽ. അതല്ല, ഇപ്പം അച്ഛനമ്മേൻ്റെ അടുത്ത് പോയി നിന്നില്ലേ, അവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നിന്നോളൂ. ടൈം ട്രാവലർ അവിടെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ 2 മക്കളൊക്കെ അവിടെ ഉണ്ട്, അവിടേക്ക് തിരിച്ചു പോവുക. അല്ലെങ്കിൽ അച്ഛനമ്മേൻ്റെ ഒപ്പം ഇവിടെ തന്നെ നിൽക്കുക പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ഭയങ്കര പ്രശ്നമായി പോയി. ഇപ്പുറത്ത് അച്ഛനെയും വിടാൻ പറ്റില്ല, അപ്പുറത്ത് മക്കളെയും വിടാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി വരാനൊന്നും പറ്റില്ല. ഏതായാലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ 5 വയസ്സിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ ടൈം ട്രാവലർ നമ്മുടെ അച്ഛനെ അങ്ങോട്ട് കൂട്ടിയിട്ട് വരിക. അങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. അപ്പോൾ ആ സമയത്ത് പ്രസവിച്ച് കിടക്കുകയെന്ന് പറഞ്ഞില്ലേ, ഇനി മതി, ഇത്ര കുട്ടിയോട് മതി വന്നിട്ട് അമ്മാമേനെ എടുത്തിട്ട് കിടക്കേണ്ടി വരിക. അപ്പോൾ കുട്ടിയോടും കുറവായിരിക്കും, ഉള്ളവരൊക്കെ നല്ല സ്നേഹത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരെയും കൊണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരിക. മനസ്സിലായില്ലേ? എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? എൻ്റെ ബുദ്ധി ഭയങ്കര അപാരമായി. അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? കയറണോ ഇവിടെ നിൽക്കണോ, കയറണോ ഇവിടെ നിൽക്കണോ, ടൈം ട്രാവലിൽ ഇവിടെ തന്നെ നിൽക്കണോ, അത് കയറി ഫ്യൂച്ചറിലേക്ക് പോകണോ വന്നിട്ട് അമ്മ ആലോചിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ അപ്പം വന്നിട്ട് ബുദ്ധി പറയും, അമ്മ മൊബൈൽ കൊണ്ട് പോയാൽ മതി. അപ്പോൾ അയ്യോ അപ്പം മൊബൈൽ ടവറൊന്നും ഇല്ലല്ലോ, കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല, അത് ജോമെട്രി ബോക്സ് പോലെ. അപ്പോൾ ഞാൻ ലെറ്റർ തന്നിട്ടുണ്ടാവും നമ്മുടെ കീശയിൽ. ഇടയ്ക്കിടയ്ക്ക് കീശ തപ്പി നോക്കുക. അപ്പോൾ അതിലിങ്ങനെ നോക്കുമ്പോൾ പറയാം ടൈം ട്രാവലർ റെഡിയാണ്. ഇപ്പോൾ എത്ര മക്കൾ എൻ്റെ അമ്മമ്മയ്ക്കുണ്ടോ ആ മക്കളെയൊക്കെ എടുത്തിട്ട് അച്ചാച്ചനോടും പറയാം അപ്പുറത്തൊരു വണ്ടി നിൽക്കുന്നുണ്ട്, അത് ടൈം ട്രാവലിംഗ് മിഷനാണ്, നമുക്ക് കയറിപ്പോവാൻ, നിങ്ങളുടെ പേരക്കുട്ടിയോടൊക്കെ മീശ മുടിച്ച് അവിടെ നിൽക്കുന്നുണ്ട് പറയാം. എങ്ങനെയുണ്ട്? അപ്പോൾ അവരാരെയൊക്കെ 5 വയസ്സായ കുട്ടിക്ക് ഇത്രയും വലിയ പേരക്കുട്ടിയോടൊന്നും. അപ്പോൾ വലിയ പറഞ്ഞാൽ മതി ടൈം ട്രാവലർ. അപ്പോൾ ഏവർക്കും ശുഭദിനം. എല്ലാവരും തിരക്കിലായിരിക്കും. തിരക്കുള്ള ദിവസത്ത് തിരക്കായിട്ട് ഒരു വീഡിയോയിൽ നിന്നും വേർത്ത് കുളിച്ച അംബുജാക്ഷിയും അപ്പോൾ ഈ ഉപ്പേരി തീർച്ചയായിട്ടും ടേസ്റ്റ് ഉണ്ടാവും എന്ന് അംബുജാക്ഷി അമ്മ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് വെച്ച് നോക്കൂട്ടോ. അവരക്ക് അപ്പോൾ പതിവ് പോലെ തന്നെ ഏവർക്കും സ്നേഹപൂർവ്വം ബൈ.